എവിടെ കൊണ്ടുപോയതില്? ആ മഴ പെയ്തു. റെയിൻകോട്ട്. ആ റെയിൻകോട്ട് എടുത്തോ. ഹായ്. പക്ഷെ ഇപ്പൊ ഇടരുത്. മൺസൂണാ? യാ മോനെ മൺസൂൺ. മഴ പെയ്യുന്നു. ഹായ് എതിലിൻ. മഴ പെയ്തു. ഭാഷല്ല. വെൽക്കം ടു. നമ്മ എവിടെ പോണ്ടേ? മഴ പെയ്യുവാണ്. മഴ ഒന്നുമല്ലോ, മഴ. മഴ ഇല്ല, മഴ. ആ മഴ ചൊല്ലു. മഴ ഇല്ല, മഴ. ക്ലൗഡ് കാണിച്ചു തരട്ടെ. കണ്ടില്ലേ? നല്ല മഴ. ചെയ്യണ്ട, മഴ ചെയ്തോളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ജീന അവിടെ വീച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അനുചുപ്പല്ല എങ്ങനെയുണ്ട്? വേണ്ട. അങ്ങനെ ഹെവൻസ് എത്തി. ശാകുന്തള ചെരുപ്പൊടി പോയാ. മണ്ണുണ്ടടാ. ഞങ്ങൾ വന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല മഴ, ഭയങ്കര കാറ്റ്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് ഹെവൻ സ്ട്രീറ്റ് ആണ്. അടിപൊളി, നല്ല സൺസെറ്റിന്റെ ഒക്കെ സമയത്ത് നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഇവിടെ നല്ല അടിപൊളി സാൻഡ്വിച്ച് കിട്ടും. സാൻഡ്വിച്ച് ആൻഡ് ചായ ഇന്നുണ്ടോന്നറിയാം. അപ്പൊ സാൻഡ്വിച്ചും ചായ കുടിക്കാം. ഇല്ലെങ്കിൽ നല്ല കട്ട്ലറ്റൊക്കെ കിട്ടും. സ്നാക്സ് ഒക്കെ അടിപൊളിയാണ്. ഞാനിന്ന് എന്തായാലും ഔട്ടിങ് വന്നതല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വ്യൂവേഴ്സിന് അറിയാം നമ്മുടെ വ്ളോഗില് ഫുഡിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു Q&A ഞങ്ങൾ 3 പേരുമായിട്ട് ഒരു ഫുഡ് റിലേറ്റഡ് Q&A. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കില്ലേ? പക്ഷെ കാറ്റ് കാരണം ഇതെന്ത് ചെയ്യും? അപ്പോ ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഫുഡും കഴിച്ചോണ്ട് എല്ലാവരോടായിട്ട് പലരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മറ്റേ ഫുഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഞാൻ എന്തെങ്കിലും എനിത്തിങ് റിലേറ്റഡ് ടു ഫുഡാണ്. അപ്പോ റെഡി അല്ലേ? ഇതിനോട് തന്നെ ചോദിക്കാം ഫസ്റ്റ്. കാണാത്ത ആരെങ്കിലും ഇതിലെ ഫേവറേറ്റ് ഫുഡിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡിനെ അതില്ല. മോക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏത്? ചൊല്ലു, പേര് ചൊല്ലു. നിങ്ങൾ തിന്ന ഏത് ഫുഡ് പേരില്ലാത്ത? ഫേവറേറ്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നത് തിന്നാൻ ഇഷ്ടമുള്ള എന്നെ എതിലും ഇപ്പൊ എന്നെ തിന്നാൻ വേണം.
ചുറ്റുകൂട്ടി എന്നത് ചോറിന്റെ കൂടെ എന്നെ അച്ചാറും ചോറും. അച്ചാറാണ് അതെ, ഇവർക്ക് കുറച്ച് സ്പൈസി ടൈപ്പ് ഫുഡൊക്കെയാണ് എപ്പോഴും കാര്യമുള്ളത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഫോട്ടോ എടുത്തിട്ട് അതിനോട് ഫോട്ടോ ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഞാനിതൊരു ട്രഡീഷണൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഫേവറേറ്റ് ഫുഡ്സ് ആണ് ഫസ്റ്റ് ചോദിക്കാൻ പോകുന്നത്. അപ്പോ വാട്ട്സ് യുവർ ഫേവറേറ്റ് ഡെസേർട്ട്? വാട്ട്സ് യുവർ പുഡിംഗ്? ഇതിനാണ് ഫേവറേറ്റ് ഡെസേർട്ട്. എനിക്ക് ഞാൻ അങ്ങനെ സ്വീറ്റ്സ് വലിയ പ്രിഫർ ചെയ്യാത്തതാണ്, പക്ഷെ എനിക്ക് പുഡിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെത് നമ്മൾ 3 പേര് പുഡിങ്ങല്ല. പിന്നെ വാട്ട്സ് യുവർ ഫേവറേറ്റ് ക്യൂസിൻ? ഇപ്പൊ ഇറ്റാലിയൻ ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, ഇന്ത്യൻ. ചൈനീസ്. എനിക്ക് ഇന്ത്യൻ ആണ്. എനിക്ക് എപ്പോഴും ചൈനീസ്. എൻ്റെ ഒരു ഡിഫോൾട്ട് ചൈനീസും അതേപോലെ തന്നെ ഇന്ത്യനും. What's your go-to comfort food? ചോറ്. അത് ചോറ്, തൈര്, മറ്റേ പൊതിച്ചോ. സദ്യ എനിക്ക് ഭയങ്കര സദ്യ, അതായത് സദ്യ വിത്ത് എന്തെങ്കിലും ഒരു സൈഡ് ആയിട്ട് നോൺ വെജ്, അല്ലെങ്കിൽ പ്രോൺസ് ഫ്രൈ, ചിക്കൻ. What is your favorite childhood food memory? ഉപ്പയുടെ വീട്ടില് പാപ്പയുടെ ഉപ്പാപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമുണ്ട്. നമ്മുടെ ഈ ചേമ്പുണ്ടല്ലോ, ചേമ്പ് മറ്റേ പുഴുങ്ങിയിട്ട് അത് മറ്റേ ചുട്ടെടുക്കും. എന്നിട്ട് നമ്മുടെ ശർക്കരയും വെച്ച് തേങ്ങാപ്പീരയും വെച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കും. അത് ഭയങ്കര, അത് എപ്പോഴും ഉള്ള ഒരു ആ ടേസ്റ്റ് ഇതുവരെ ചെയ്തിട്ട് കിട്ടാത്ത ഒരു ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു. എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫുഡ് മെമ്മറി, ഞാൻ എൻ്റെ പാപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പേയുടെ കൂടെ ഞങ്ങളുടെ ഇവിടെ നാട്ടിൽ പള്ളിയിൽ ആണ്ടൊക്കെ ഉണ്ടാവാറ്. ആ ആണ്ടിന് പോയി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അത് ഭയങ്കര ഫേവറേറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് മെമ്മറി ഇതാണ്. ആണ്ടിന് പള്ളിയിലൊക്കെ പോകുന്നത്. അത് എനിക്ക് തോന്നുന്നു 90% ലക്ഷദ്വീപ് ആൾക്കാർക്ക് ഈ നേർച്ച ഫുഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞങ്ങള് ചീരണി എന്ന് പറയും പള്ളിയിലേക്ക്. എന്റെ ഫേവറേറ്റ് ഫുഡ് മെമ്മറി എന്ന് വെച്ചാല് വല്യമ്മ ഉണ്ടാക്കുന്ന നമ്മളെ ചെട്ടിയില് കലത്തുണ്ടാക്കുന്ന പറ്റിച്ച മീനിന്റെ ഏറ്റവും വലിച്ച് വറ്റിച്ചിട്ട് അതില് ചോറിട്ടിട്ട് ഞാനും എന്റെ ഇളയും സുമയും കൂടെ ഞങ്ങള് ചെറുതന്നെ കഴിക്കലുണ്ടായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഫേവറേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ മെമ്മറി. വാട്ട്സ് ദി ബെസ്റ്റ് മീൽ യു ഹാവ് എവർ ഹാഡ് വൈൽ ട്രാവലിംഗ്? മണാലി ട്രിപ്പ് പോയ ടൈമില്, അയ്യോ ഇത് മണാലി ട്രിപ്പ് പോയ സമയത്ത് നമ്മള് കഴിച്ച ഒരു രക്ഷയില്ല, ഭയങ്കര രക്ഷയില്ല. മണാലി നമ്മുടെ സ്റ്റേ വൈൽഡ് ഫുഡ്സ് ക്യാമ്പ് ആൻഡ് ഡൈൻ എന്ന് പറഞ്ഞിട്ട് ആയിരുന്നു. അവിടെ നിന്നുള്ള അവര് ഡെയിലി നമുക്ക് സെർവ് ചെയ്യുന്നത് അത്രയും അടിപൊളി ഫുഡായിരുന്നു. പക്ഷെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുള്ളത്, ഞാൻ ഇതുവരെ ഇങ്ങനെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോയി സ്റ്റേ ചെയ്യുന്നത് ഇതുവരെ ഡിസപ്പോയിന്റ് ആയിട്ടില്ല. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. വയനാട് നമ്മുടെ റെന്റ്യൂ റിസോർട്ടിൽ പോയപ്പോൾ അവര് സെർവ് ചെയ്തത് അടിപൊളി ഫുഡായിരുന്നു. അതേപോലെ വട്ടവട പൊടിയായിരുന്നു. ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് ഒരിക്കലും മൂന്നാറ് പോയിരുന്നു. അത് നല്ല ഫുഡല്ലേ. സോ എനിക്ക് തോന്നുന്നു ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ ഭയങ്കര സ്പൈസി ഫുഡാണ്
ആണെന്ന് തോന്നുന്നു. ഇതുവരെ ഡിസ്പോയിന്റ് ചെയ്തിട്ടില്ല ഞാൻ മെമ്മറീസ്. നെക്സ്റ്റ് ട്രാവലിംഗ് ടൈം എല്ലായിടത്തും അടിപൊളിയോ. പഞ്ചാബ് താമരയുണ്ട്. പഞ്ചാബിൽ നിന്ന് ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ബട്ടർ ചിക്കൻ. ആ ടേസ്റ്റ് സെയിം ടേസ്റ്റ് ഞാന് മധുരൈ ജയറാം ബേക്കറിയിൽ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്യാങ്ങിലേക്ക് വന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫാമിലി റെസിപ്പി? എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഉണ്ട്. മോനെ വേറെ ലെവലെന്ന് വെച്ചാൽ വേറെ ലെവൽ ടേസ്റ്റ്. ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി മാത്രല്ല, ഉമ്മ റംസാന് മാത്രം ഉണ്ടാക്കുന്ന ഒരു പത്തിരിയും ഒരു മീൻ കറിയുണ്ട്. എന്റെ അമ്മ ആ ടേസ്റ്റ് പക്ഷെ വേറെ അത് കോമഡി എന്താന്ന് വെച്ചാൽ ആ റെസിപ്പി റംസാനിലെ മാത്രം ആൾക്ക് റെഡി ആവുന്നുള്ളൂ. വേറെ അത് കഴിഞ്ഞിട്ട് ആ ടേസ്റ്റ് വരാത്ത മോള് എനിക്കറിയില്ല. അത് അറിയില്ല. ജീനേതാ ഫേവറേറ്റ് ഫാമിലി റെസിപ്പി? ഫേവറേറ്റ് ഫാമിലി റെസിപ്പി വാപ്പയിട്ട് വന്തി, അറ്റയിട്ട് അത് ഭയങ്കര രുചിയാണ്. ജീന എന്റെ മാമന്റെ മോളാണ്. ഇപ്പൊ മാമന്റെ വേറെ കനഡ. What is the most memorable dinner date you have ever had? എനിക്ക് കുറേ ഡിന്നർ ഡേറ്റ് മെമ്മറബിൾ ആണ്. ഒന്ന്, ജീന നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്ന ഒരു ഡിന്നർ ഡേറ്റ് അടിപൊളിയായിരുന്നു. പിന്നൊന്ന് എന്താണെന്നറിയോ, നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ഇവിടെ ഉസ്താദ് ബീച്ചിൽ വന്ന് കഴിച്ചില്ല എല്ലാരും കൂടി. അത് അടിപൊളിയായിരുന്നു. അത് വീണം രണ്ട് കട്ട്ലറ്റ് കൂടി വേണ്ടിക്കിട്ടെ. ഞാൻ കട്ട്ലറ്റ് മേടിച്ചിട്ട് വരാം. ഒരു ടീ ബ്രേക്ക്. നിയമ 2 പോരായ 3 എടുത്തോ. സൽമാനോ വരുന്ന സമയത്ത് നിങ്ങൾക്കെല്ലാം അത് നല്ല അത് വേണമെങ്കിൽ ഞാൻ ഐക്കാർഡിൽ ഇട്ടേക്കാം. ആ ഒരു ജീന ഞങ്ങൾക്ക് വെഡിങ് കഴിഞ്ഞ സമയത്ത് ഒരു നീറ്റ് തന്നിട്ടുണ്ട്. എനിക്ക് ചെല്ലാനും അതേപോലെ ബാവയ്ക്കും നസറിനൊക്കെ. അപ്പൊ അത് തന്നെയാണ് ജീനയുടെ. പിന്നെ ഞങ്ങൾ 3 പേർക്കും പലതും തന്നെ ഭയങ്കര കോമൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഉമ്മി മടിക്കളയച്ചു. എല്ലാം ഫേവറേറ്റ് ഫ്രൂട്ട് എന്നല്ല, റംബൂട്ടാൻ, പിന്നെ ആപ്പിൾ. റംബൂട്ടാൻ ഇത് ലിച്ചി, റംബൂട്ടാൻ, ലിച്ചി, റംബൂട്ടാൻ എല്ലാം എന്റെ ഫേവറേറ്റ് ആണ്. ആപ്പിൾ ഇതിന്റെ ഫേവറേറ്റ് ഫ്രൂട്ട് തന്നെ. ഫ്രൂട്ട് എല്ലാം സത്യം പറഞ്ഞ ഫേവറേറ്റ് ആണ്. മാംഗോ എന്റെ ഫേവറേറ്റ് തണ്ണിമത്തൻ. അയ്യോ, എതിലിനത് എനിക്ക് അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു എതിലിന്. എന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടില് എപ്പോഴും കിട്ടുന്നോണ്ട് ഒരു ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ മദളം, ഈ പൊമിഗ്രാനേറ്റ് എന്റെ ഫേവറേറ്റാ. ആ മടി കൊണ്ട് പലപ്പോഴും ഫ്രിഡ്ജിൽ വെച്ച് 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 ഉണങ്ങി പോകുന്നല്ലാണ്ട് എന്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ അപ്പൊ ഏതാണ്ട് അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ സത്യം റീസെന്റ് ആയിട്ട് ഫേവറേറ്റ് എന്താന്ന് പറഞ്ഞാൽ ജീനയുടെ മാഷാ. അടുത്ത ചോദ്യം ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ക്വസ്റ്റ്യൻ വൈൻഡ് അപ്പ് ചെയ്യാം. വാട്ട്സ് ദ ക്രേസിയസ്റ്റ് ഫുഡ് യു ഹാവ് എവർ ട്രൈഡ്? എനിക്കുണ്ട്. ക്ഷമ പറ. ഞാൻ പറയണം. ഇതാരൊന്നുണ്ടോ എന്നാ പേര്? ഇത് കൊണ്ടുപോയി കളയുന്നൊരു ഗ്ലാസ്. അപ്പൊ എന്റേത് ഇവർ രണ്ടുപേർക്ക് പറയാനില്ല എന്ന് തോന്നുന്നു.
അപ്പൊ എന്റെ ഒരു ക്രേസിയസ്റ്റ് ഫുഡ് യു ഹാവ് എവർ ട്രൈഡ്? എന്റേത് എന്താണെന്നറിയോ, ഞാൻ സലാന കൂടെ പോയ സമയത്ത് എനിക്ക് സുഷി എന്ന് വെച്ച് ഭയങ്കര പ്രാന്ത. ഇങ്ങനെ കണ്ടിട്ട് എനിക്കങ്ങനെ അതുവരെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പൊ കഴിക്കണമെന്നുള്ളൊരു ഭ്രാന്തായിട്ട്, പിന്നെ അതേപോലെ കൊറിയൻ സീരീസ് ഒക്കെ കണ്ടിട്ട് കട്ട അഡിക്ഷൻ. എന്നിട്ട് കൊച്ചി എത്തിയപ്പോ കൊറിയൻ റെസ്റ്റോറൻ്റ് ഒക്കെ തേടി പിടിച്ചിട്ട് ഞാൻ ഓൺലൈനായിട്ട് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തു. എന്നിട്ട് സലാവര് സുഷിക്ക് അത്യാവശ്യം റേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ കിടന്നുറങ്ങുന്ന സമയത്താണ് ഞാൻ പതുക്കെ ഓർഡർ ചെയ്തത്. കാരണം അപ്പൊ ഫുഡ് ഞാൻ ഇന്ന് സുഷിയെ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് ഒക്കെ ആയിരുന്നു. അവസാനം സുഷി വന്നു. ഭയങ്കര പാക്കിംഗ് ഒക്കെ ആയിരുന്നു, നല്ല അട്രാക്റ്റീവ് സാധനങ്ങളൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ കഴിക്കാൻ തുടങ്ങിയപ്പോ എന്റെ അമ്മ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് വെച്ചാൽ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഒരു ഫിഷ് സോസ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഫിഷ് സോസ് ഞാനിങ്ങനെ കേട്ടതുപോലെ ഫിഷ് സോസ് ഇങ്ങനെ ഡിപ്പ് ചെയ്തപ്പോ ഞാൻ നമ്മുടെ ഇവിടുത്തെ മീൻ ശർക്കര നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആണ്. ഇല്ലടാ അവസാനം. പക്ഷെ സുഷിക്കുള്ള സാധനം ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റിക്കി റൈസ് ഒക്കെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെതാണോ പ്രശ്നം, അല്ലെങ്കിൽ സുഷി അങ്ങനെയാണോ ടേസ്റ്റ് എന്ന് നമുക്ക് ആരോട് ചോദിക്കാനും അറിയില്ലല്ലോ. അപ്പോൾ അവസാനം ഞാൻ കഴിച്ചു തീർത്തു. 5 പീസ് ഉണ്ടായിരുന്നു. 5 കഷ്ടപ്പെട്ട് കഴിച്ചു. സ്റ്റിക്കി റൈസ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പിന്നെ ഞാൻ അപ്പൊ നിങ്ങളുടെ ക്രേസി എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു പ്രാവശ്യം മറ്റേ ഞാനും ഷാജും പിന്നെ ഷാജിന്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് കൊച്ചിയിലുള്ള സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫസ്റ്റ് തൊട്ട് ഓരോരോ വെറൈറ്റി ഫുഡ് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര അതികൾക്കുള്ളതാ. നമ്മള് മെനുവില് എല്ലാവരും ബിരിയാണി ആണെങ്കിൽ ഇവൾ ആ മെനുവില് ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു സാധനം പറയും. അത് ആ റെസ്റ്റോറന്റിൽ തന്നെ അത്രയും കോമൺ ആയിരിക്കില്ല. അപ്പൊ അവര് കൊറേ ടൈം എടുത്ത് കൊണ്ടുവരും. അല്ല അങ്ങനെ പണി കിട്ടിയത് അല്ലല്ല അങ്ങനത്തെ പണിയായിട്ട് കിട്ടിയത് വേറെ എവിടെയില്ല. പക്ഷേ ഏതെന്നറിയോ, ചിക്കൻ ഹൈദരാബാദി ഗ്രീൻ മസാല അങ്ങനെ എന്തോ ഒട്ടും. പിന്നെ ഞാനും പിന്നെ ഷാജിന്റെ ഫ്രണ്ട് കൂടിയായിരുന്നു അത് മറ്റേ ഓർഡർ ചെയ്തത്. ഷാജി പറഞ്ഞു എനിക്ക് ഈ സാധനം ഒന്നും വേണ്ട, എനിക്ക് നോർമൽ ചില്ലി ചിക്കൻ മതി എന്ന് പറഞ്ഞത്. പിന്നെ അവസാനം ഞങ്ങൾ ചില്ലി ചിക്കൻ കൂട്ടി കഴിച്ചു. അമ്മ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാതെ? നമ്മുടെ നാട്ടിലെ എന്തോ എവിടെന്നൊക്കെയോ എക്സ്പീരിയൻസ് ആയിട്ട് ഞങ്ങൾക്ക് കാറ്റിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഭയങ്കര കാറ്റ്. അപ്പൊ നമ്മളെന്തായാലും ഈ സെഗ്മെന്റ് ഞങ്ങള് ചായ കുടിക്കട്ടെ. ബാക്കി എന്തെങ്കിലും സീൻ കൂടി ആഡ് ചെയ്യണം. ഇഷ്ടമായ സെഗ്മെന്റ് നിങ്ങൾ രണ്ടുപേരും പകുതി കിട്ടുന്നു. ഞാൻ പിന്നെ വേറെ ഒരു കാര്യം രണ്ടാളെയുടെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയത് ഞാൻ ഉണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയത്. ഇവളുണ്ടാക്കുന്ന എല്ലാ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവളുണ്ടാക്കുന്ന ബിരിയാണി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. ഫാമിലി റെസിപ്പി എന്റെ ഫേവറേറ്റ് ഉമ്മ ബിരിയാണി. പക്ഷെ ഉമ്മയുടെതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ട് ഇവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉമ്മനെ കടത്തി വെട്ടിയിട്ട് ബിരിയാണി ഇഷ്ടം. പിന്നെ അതേപോലെ ഇല്ല ഇവളുണ്ടാക്കുന്ന ഏറ്റവും ഫേവറേറ്റ് എനിക്ക് എന്താണെന്നറിയോ, ചില്ലി ചിക്കൻ. നല്ല ട്രഡീഷണൽ ടൈപ്പ് ചില്ലി ചിക്കൻ ആണ്. സോസ് ഒക്കെ ഇടുന്നതല്ല. നമ്മുടെ സീലോൺ ബേക്ക് ഹൗസിൽ സീലോൺ ടൈപ്പ് ഒരു ചില്ലി ചിക്കൻ അവൈലബിൾ ആണ്. അതും ഇടിയപ്പം. എന്റെ മോനെ ഞാനന്ന് കഴിച്ചിട്ടില്ല. ഇവിടെ മാസ്റ്റർ പീസ് സാധനമാണ് അത്. അപ്പൊ അത്രയൊക്കെ ജീനത് പിന്നെ മന്തി. ബാക്കിയുള്ള മറന്നു. മന്തി കാണുന്ന കാര്യം മുന്നേ ഫുഡെല്ലാം മറന്നു.
ഇനി ഞാൻ ചോദിക്കട്ടെ അപ്പൊ എന്റെ പാസ്ത അപ്പൊ എന്റേതോ സത്യം പറയട്ടെ ട്രഡീഷണൽ ഫുഡ് ഭയങ്കര വിഷയമാണ് തനി നാടൻ മോഡേൺ കേളി തനി നാടൻ എന്നാ നെയ്ച്ചോറും കുറുമയും സലാഹിന് ഫോൺ വേണ്ട എടുത്തൂടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഫുഡ് Q&A. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്നും അത് എവിടെ നിന്നാണ് കഴിച്ചതെന്നും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ കുറേ സമയം ഇരുന്നു. അത്യാവശ്യം നല്ല വിൻഡി ഡേ ആയിരുന്നു. ഭയങ്കര രസമാണ്. ഇവിടെ എപ്പോഴും ഓരോ രീതിയിലാണ് ഈ വെതറിൻ്റെ ഒരു കളർ ഷെയ്ഡ്, നമ്മുടെ സ്കൈയിൻ്റെ കളർ ഷെയ്ഡ് വെതർ അനുസരിച്ച്. ഇന്ന് കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് ഇങ്ങനെ, പിന്നെ നല്ല സൺസെറ്റൊക്കെ എപ്പോഴും, അപ്പോൾ കുറച്ച് ഓറഞ്ച് ഷെയ്ഡിലൊക്കെ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.